തൃശൂർ കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന് നേരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ആക്രമണം. അസുഖബാധിതയായ 6 വയസ്സുകാരിയുമായി പോയ ആംബുലൻസാണ് ആക്രമിച്ചത്. ഓട്ടോയിൽ തട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. വിവരങ്ങളുമായി ലിവിൻ കെ വിജയൻ ചേരുന്നു. ലിവിൻ, വിശദാംശങ്ങൾ പറയാം. രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. മതിലകത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അസുഖബാധിതയായി പ്രവേശിക്കപ്പെട്ട കുട്ടിയെ 6 വയസ്സുകാരിയാണ് കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. ഇതിനുവേണ്ടി കുട്ടിയെ കൊണ്ടുപോകുന്നതിനായി SYSന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസ് ആണ് സജ്ജമാക്കിയത്. ഈ ആംബുലൻസ് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ വഴിയരികിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയുമായി ചെറിയ തട്ടുകയുണ്ടായി. ഇതേ തുടർന്ന് ഓട്ടോറിക്ഷയ്ക്ക് നേരിയ തോതിലുള്ള തകരാറുകൾ സംഭവിക്കുകയും ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളുമായി സംസാരിച്ച് ഈ നഷ്ടം പരിഹരിക്കാമെന്നും എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായെങ്കിൽ അത് വർക്ക്ഷോപ്പിൽ എത്തിച്ച് പരിഹരിച്ച് നൽകാമെന്നും അതിനുള്ള സാമ്പത്തിക സഹായം നൽകാമെന്നും ഉറപ്പു നൽകുകയും പിന്നീട് കുട്ടിയുമായി യാത്ര തുടരുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആംബുലൻസിനെ പിന്തുടർന്ന് കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ എത്തുകയും ഈ ആംബുലൻസ് ഡ്രൈവർ കുട്ടിയും മാതാപിതാക്കളും ബന്ധുക്കളുമായി ആശുപത്രിയിലെത്തി ഡോക്ടർമാരെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ ആംബുലൻസ് അടിച്ചു തകർക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം എന്തുകൊണ്ടാണ് ഇത്തരമൊരു തർക്കം നടന്ന് അതിന് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള സമവായ ചർച്ചകൾ നടന്നതിന് ശേഷം ഓട്ടോറിക്ഷ ഡ്രൈവർ പിന്തുടർന്നെത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇയാൾ എന്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവർ ആംബുലൻസ് അടിച്ചു തകർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആംബുലൻസിന്റെ ചില്ലുകൾ തകർക്കുകയും മുൻഭാഗത്ത് കേടുപാടുകൾ വരുത്തുകയും. ശരി, ലിവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.